ഭർത്താവിൻ്റെ സ്നേഹം ആത്മാർത്ഥമാണോ? ഭർത്താവ് ചതിക്കുന്നുണ്ടോ? അറിയാൻ 7 വഴികളുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ സമാധാനം നിറഞ്ഞ ദാമ്പത്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യ ഭർത്തൃ ജീവിതം എത്ര മനോഹരമാണ് അല്ലേ? അതിൻ്റെ ഇടയിൽ ഒരിക്കലും പോലും കടന്നു വരാൻ പറ്റാത്ത സാധനമാണ് ഈ ചതി എന്ന് പറയുന്നത്. ഒരിക്കലൊരു ചതിയുടെ സ്മെല്ല് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ജീവിതം മുഴുവൻ അതിൻ്റെ ഒരു ദുർഗന്ധം ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ലോങ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഇത് വലിയ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുക. ഞാനിന്ന് ഭർത്താവിൻ്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഉണ്ടാകേണ്ട 7 അടയാളങ്ങളെക്കുറിച്ച് പറയാം. ഇതിലൊന്നുമില്ലെങ്കിൽ അയാൾ ചെറിയൊരു ചതിയനാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. അതിനർത്ഥം ഇതില്ലാത്തവരൊക്കെ ചതിയന്മാരാണെന്ന് പറയല്ല. ഇതില്ലാത്തവർക്ക് നിങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവരത് കേട്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ അവർ ശ്രമിക്കണം കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം ആത്മാർത്ഥമാണോ? ആത്മാർത്ഥമായ സ്നേഹമുള്ള ഭർത്താവിൻ്റെ 7 അടയാളങ്ങൾ. ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തത് പ്രിയപ്പെട്ടവളെ ചുംബിക്കുക എന്നുള്ളതാണ്. ചുംബനം കിടപ്പറയിൽ മാത്രമൊന്നുമല്ല, ഇടയ്ക്കിടെ തൻ്റെ ഭാര്യയ്ക്ക് സ്നേഹ ചുംബനം കൊടുക്കുക. അങ്ങനെ ആയിരുന്നു സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രസം മുത്തുനബിയുടെ ലൈഫിലെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ നോമ്പുകാരനായിരിക്കും മുത്തുനബി എന്നെ ചുംബിച്ചു. അപ്പോൾ സാബിക്കുന്നുണ്ട്, അല്ല ആയിഷ ഉമ്മ, അപ്പോൾ നബിതങ്ങളുടെ നോമ്പ് അറിയൂലേ? അപ്പോൾ ആയിഷ ബി പറയുന്നത് എന്താണ്? നിങ്ങളെക്കാൾ നിയന്ത്രണമുള്ളവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിൽ പോലും തൻ്റെ ഭാര്യയെ ചുംബിക്കാനായിട്ട് മുത്തുനബിതങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു എന്നാണ്. അപ്പോൾ കിച്ചണിലേക്കൊന്ന് കയറിച്ചില്ല, പിന്നിലൂടെ ഹഗ് ചെയ്തൊരു ചുംബനം. നിങ്ങൾ യാത്ര പോകുമ്പോഴെല്ലാം എവിടെ നിങ്ങൾ ജോലിക്കുവാണെങ്കിലും ഒരു സ്നേഹത്തോടെ ഒരു ചുംബനം കൊടുത്തിട്ട് പോവുക. അത് സ്നേഹമുള്ള ഭർത്താവിൻ്റെ ഒരടയാളമാണ്. രണ്ടാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പ്രിയപ്പെട്ടവളോട് സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുക. പലരുടെയും സങ്കടമാണ്, ഉസ്താദേ എൻ്റെ ഭർത്താവ് കല്യാണം കഴിച്ചതൊരു ഫോണിനെയാണ്. ചെന്തി മൂപ്പർക്ക് ഫോൺ മതി 24 മണിക്കൂറും വരുമ്പോഴും ശരിടി ചോറെടുത്താ ചോറെടുത്ത് ഇങ്ങനെ ഫോൺ തന്നെ നോക്കിയിരിക്കുന്ന ഒരു ഭർത്താവ് എന്നോട് എന്താണ് വിശേഷം എന്ന് ചോദിക്കില്ല, നീ വല്ലതും കഴിച്ചോന്ന് ചോദിക്കില്ല, നീ എന്താകെ ക്ഷീണിച്ചോന്ന് ചോദിക്കില്ല. രോഗമാണെന്ന് പറഞ്ഞാലും ശരി ഡോക്ടറെ കാണിക്കണ്ട കണ്ടോ? ഈ സംസാരമാണ് എൻ്റെ ഭർത്താവിന്. ആ ദാമ്പത്യത്തിൽ എന്ത് സന്തോഷം ഉണ്ടാവാനാണ്? അപ്പോൾ ഭാര്യയെ പരിഗണിക്കണം, അവളോട് സംസാരിക്കണം. അതിനുള്ളൊരു വഴിയല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നത്. നിങ്ങൾ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ. എങ്ങനെ കഴിക്കണേ? ഫോണിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞോ? ഓക്കെ. ഇതല്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, മുഖത്തോട് മുഖം നോക്കുക. ഒരു ഉരുള വായിലേക്ക് വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒന്ന് പൊക്കി പറയടോ ഇല്ലേ? ഇങ്ങനെയൊക്കെ പരസ്പരം കോൺവെർസേഷൻസ് നടക്കേണ്ട മനോഹരമായ ഇടങ്ങളാക്കി തീന്മേശകളൊക്കെ മാറ്റിയെടുക്കുക. എൻ്റെ ഉസ്താദേ തിരക്കാണ്, സമയമില്ല. എന്ത് തിരക്ക്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ റൊമാൻസൊക്കെ നടപ്പിലാക്കുമ്പോൾ, ഈ കാൽപ്പനിക ഭാവത്തിൽ ജീവിക്കുമ്പോൾ മുത്തുനബി തങ്ങൾ മദീനയുടെ രാജാവാണ്. രാജാവിന് അത്രയും പ്രജകളുടെ വിഷമങ്ങൾ തീർക്കണം. എന്നിട്ടും ഭാര്യമാരെ പരിഗണിക്കാൻ പുണ്യനബിക്ക് സമയം കിട്ടിയിരുന്നു എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തമാശ പറയാൻ മുത്തുനബി മുമ്പിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളും കൂടെ ഓട്ടമത്സരം നടത്തുന്നുണ്ട്. അപ്പോൾ ഓടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ആദ്യം ജയിക്കുന്നുണ്ട്. ശരി, അത് തോറ്റു കൊടുക്കുകയാണ് മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ? അല്ലേ? ഏറ്റവും നല്ല മാന്യനാരാണ്? ഭാര്യയുടെ മുമ്പിൽ തോൽക്കുന്നവനാണ്. ഏറ്റവും വൃത്തികെട്ടവനാരാണ്? ഭാര്യയുടെ മുമ്പിൽ ജയിക്കുന്നവനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് സ്നേഹം കൊണ്ട് തോൽപ്പിക്കാം, മനസ്സിലായോ? അപ്പോൾ അതിലൊരു ഭാവമാണ് മുത്തുനബി തങ്ങളിങ്ങനെ. ആയിഷ ബീവി ജയിച്ചു. രണ്ടാമതൊരു ഓട്ടമത്സരം നടത്തി. അപ്പോൾ ആയിഷ ബീവി ബാക്കിലായിപ്പോയി, ഇച്ചിരി തടി കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നബി തങ്ങൾ തമാശ രൂപേണ പറഞ്ഞു, ആയിഷ ഇത് അന്നത്തേന് പകരാട്ടോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുണ്ടോ? പത്രത്തോളം റൊമാൻസ് നിറഞ്ഞു നിൽക്കുന്ന, ഭാര്യയെ പരിഗണിക്കാൻ സമയം കണ്ടെത്തുന്ന നേതാവായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമുക്കെന്താ മക്കളെ സമയം കണ്ടെത്താത്തത്? നമുക്കെന്താ കിട്ടാത്ത സമയം? വളരെ മോശമല്ലേ? വളരെ മോശമല്ലേ? അപ്പോൾ അതിന് സമയം കണ്ടെത്തണം കേട്ടോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്തേത് ഭാര്യയ്ക്ക് ഇടയ്ക്കിടെ സമ്മാനം കൊടുക്കുന്ന ഭർത്താവ് നല്ല ഭർത്താവാണ്. സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ എന്തെങ്കിലും കഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ടെന്ന് വരുമ്പോഴത്തേക്കും ഇതാണ് ഞാൻ കരുതി വല്ല ഗോൾഡായിരിക്കും, ഒരറ്റടി കൊടുക്കണം.
എടോ സമ്മാനത്തിൻ്റെ പൈസയുടെ മൂല്യത്തിലൊന്നുമല്ല, ആ സാധനം തരുന്നുണ്ടല്ലോ. അവന് സ്നേഹത്തോടെ എന്ത് തന്നാലും, സ്നേഹത്തോടെ ഒരു 10 രൂപയുടെ ഒരു മിഠായി മേടിച്ച് തന്നാലും അതിങ്ങനെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് അവനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടൊരു ചുംബനം കൊടുക്കണം. സമ്മാനം നിന്നെ പരിഗണിക്കുന്നതിൻ്റെ അടയാളമാണത്. അല്ലാതെ വലിയ സമ്മാനം കൊടുത്തുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഇനി 4-മത്തേത്, പ്രിയപ്പെട്ടവളെ ഇബാദത്തിൽ സഹായിക്കുന്ന ഭർത്താവ് സ്നേഹമുള്ളവനാവും, വഞ്ചിക്കുന്നവനല്ല. സുബീക്കിടന്ന് ഉറങ്ങണ ഭാര്യയാണെങ്കിൽ വിളിച്ചെഴുന്നേൽപ്പിക്കും. തിരിച്ചങ്ങനെ തന്നെ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കണം. തിരിച്ചും വേണമല്ലോ, ഭർത്താവാണ് എഴുന്നേൽക്കുന്നെങ്കിൽ ഭാര്യ എഴുന്നേൽപ്പിക്കണം. അതുപോലെ ഭാര്യ അവളുടെ മുടി പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അവളോട് പറയണം, ദേ തല മറക്കണം. തല മറച്ച് നടക്കാൻ ഭാര്യ ഉണർത്തണം. മനസ്സിലായോ? ഭാര്യയുടെ ഔറത്ത് വെളിവാകുന്ന വസ്ത്രമാണെങ്കിൽ നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം. അതിലൊക്കെ ദീനി വിഷയങ്ങളിൽ അവളെ ഉണർത്തണം, അവളെ ഉപദേശിക്കണം. അങ്ങനെ ചെയ്യുന്ന ഭർത്താവ് നല്ല ഭർത്താവാണെന്നുള്ളതാണ്. ഇനി 5-മത്തെ എന്താണ്? 5-മത്തെ അവളോട് സലാം പറയാം. സലാം സ്നേഹം വർദ്ധിപ്പിക്കും, സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ കാരണമാവുന്നൊക്കെ അല്ലേ. ഇപ്പോൾ വീട്ടിലേക്ക് നിങ്ങൾ എന്ത് തിരക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോഴാണെങ്കിലും അസ്സലാമു അലൈക്കും ഒന്ന് ചിരിച്ചുകൊണ്ട് പറയും, ചിരിച്ചുകൊണ്ട്. ഇനി സലാം പറഞ്ഞില്ലാണ്ട് സലാം പറഞ്ഞില്ല എന്ന് വേണ്ട, അസ്സലാമു അലൈക്കും എന്നെടുത്ത് ചോറ് എടുക്ക്. എന്ത് ചോറ് എടുക്കാൻ? പിന്നെ എൻ്റെ വെയിറ്ററാണ് ചോറ് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ചോറ് എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെയല്ലടോ, വീട്ടിലേക്ക് വരുമ്പോൾ അസ്സലാമു അലൈക്കും ചിരിച്ചുകൊണ്ട് പറയാം. ഇത് കാണുമ്പോൾ അവരുടെ മനസ്സിൽ വാലൈക്കും അസ്സലാം. നിങ്ങളും മോന്തയും കയറ്റിങ്ങനെ നിൽക്കരുത്. എവിടെ പോയി കിടക്കരുത് നിങ്ങൾ. പിന്നെ ഒരു അസ്സലാമു അലൈക്കും ഒന്ന് കിടന്നുറങ്ങാൻ നോക്കും. മനുഷ്യൻ ആകാശം ഗണിച്ച് ഈ സാധനമാണ് ഈ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് സലാം പറയാം. സ്വർഗത്തിൽ ഒരുമിക്കാൻ അത് കാരണമാണെന്നാണ്. നല്ല ഭർത്താവിൻ്റെ അടയാളമാണത് കേട്ടോ. ഇനി 6-മത്തെ എന്താണ്? ലൈംഗിക വിഷയങ്ങളിൽ ഭാര്യയെ പരിഗണിക്കാം. പല സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കേസുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പറയുന്നൊരു വിഷയമാണ്, എൻ്റെ ഉസ്താദേ പുള്ളിക്കാരൻ്റെ കാര്യം കഴിഞ്ഞ് തിരിഞ്ഞ് കിടന്നുറങ്ങും, ഞാൻ വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കൂല. അങ്ങനെയല്ല, ലൈംഗികത രണ്ടുപേർക്ക് ആസ്വദിക്കാനുള്ളതാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ കേവലം കുട്ടികളുണ്ടാകാനുള്ളൊരു സാധനമൊന്നുമല്ല. അതിന് മാത്രമല്ല, ജീവിതത്തിലെ സന്തോഷം, സ്ട്രെസ് റിലീഫാകാൻ, ദാമ്പത്യ ബന്ധം കെട്ടുറപ്പുള്ളതാക്കാനൊക്കെ സെക്സ് അത്യാവശ്യമാണ്, ലൈംഗിക ബന്ധം അത്യാവശ്യമാണ്. അപ്പം അതിൽ ഭാര്യയ്ക്ക് തൃപ്തിയായെന്ന് ചോദിക്കുക. സെക്സ് എന്ന വിഷയത്തിൽ ഓപ്പണായ സംസാരം ഉണ്ടാകണം. തൃപ്തിയായില്ലെങ്കിൽ തൃപ്തിയായില്ല എന്ന് പറയണം. എനിക്ക് നാണിച്ചവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഓപ്പണായി ഈ വിഷയം സംസാരിക്കണം. മനസ്സിലായോ? അപ്പോൾ രണ്ടുപേർക്കും തൃപ്തി. ഇപ്പോൾ ഭാര്യയ്ക്ക് തൃപ്തി വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു ഭർത്താവ് അവളെ ചതിക്കുന്നവനല്ല, അല്ലെങ്കിൽ എൻ്റെ കാര്യം കഴിഞ്ഞ് പോകണോ, അങ്ങനെയല്ല. എൻ്റെ കാര്യം കഴിഞ്ഞാലും അവളെ പരിഗണിക്കണം. അവളുടെ ദാമ്പത്തികമായ അല്ലെങ്കിൽ അവളുടെ ഒരു സെക്ഷുവലായ സുഖം അവൾക്ക് ലഭിക്കുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ അവളെ പരിഗണിക്കുന്ന ഭർത്താവാണെങ്കിൽ നല്ലൊരു ഭർത്താവാണ്. 7-മത്തേത് എന്താണ്? ഭാര്യയുടെ വീട്ടുകാരെ പരിഗണിക്കുക. ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ വാപ്പ. നിനക്ക് യഥാർത്ഥ സ്നേഹം അവളോടുണ്ടെങ്കിൽ നീ അവരെയൊക്കെ ഒന്ന് പരിഗണിക്കും ഇല്ലേ? ഭാര്യയുടെ ഉമ്മാനെ കണ്ടുകൂടാ, ഭാര്യയുടെ വാപ്പാനെ കണ്ടുകൂടാ, അങ്ങനെയല്ല. രണ്ടുപേരും പരസ്പരം മാതാപിതാക്കളാണ്. ഭർത്താവിൻ്റെ ഉമ്മ നിനക്ക് ഉമ്മയാണ്, ഭാര്യയുടെ ഉമ്മ നിനക്ക് ഉമ്മയാണ്. എടോ, ആ ഉമ്മാനെ തൊട്ടാൽ നിൻ്റെ വുളു മുറിയില്ല, കാരണം നിൻ്റെ സ്വന്തം ഉമ്മയാണ്. നീ ഭാര്യ ത്വലാക്ക് ചൊല്ലിയാൽ പോലും ആ ഉമ്മാനെ തൊട്ടാൽ വുളു മുറിയില്ല. ആ ബന്ധം മരിക്കുവോളം ഉമ്മയായി തന്നെ നിലനിൽക്കും. തിരിച്ച് ഭർത്താവിൻ്റെ വാപ്പ അങ്ങനെ തന്നെ. മനസ്സിലാവുന്നുണ്ട്? ത്വലാക്ക് കൊണ്ടുപോലും ആ ബന്ധം മുറിയില്ല എന്നാണ്. ഉമ്മയും മകനുമായുള്ള ബന്ധമാണ്. അപ്പോൾ ഭാര്യയുടെ മാതാപിതാക്കളെ പരിഗണിക്കുക. അപ്പോൾ ഈ 7 കാര്യങ്ങൾ ലൈഫിൽ തീരെ ഇല്ല, ഇത് ഒരിക്കലും അംഗീകരിക്കാൻ ശ്രമിക്കാത്തൊരു ഭർത്താവാണെങ്കിൽ ചെറിയൊരു പ്രശ്നം അയാൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. നന്നാക്കിയെടുക്കാൻ ശ്രമിക്കണം. അല്ല, ഇത് ഈ പറഞ്ഞത് ഏതെങ്കിലുമൊക്കെ ഭർത്താക്കന്മാർക്ക് ഇല്ലെങ്കിൽ അയാൾ ചതിക്കുന്നവനാണെന്ന് വിധി എഴുതുകയല്ല, ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് അവർക്ക് അവസരം കൊടുക്കുക, അവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ചിലപ്പോൾ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭർത്താക്കന്മാരെ കൊണ്ടുവന്ന് ഭാര്യമാരെ നല്ല സന്തോഷത്തോടെ നോക്കുക. തിരിച്ചും അങ്ങനെ തന്നെ. അങ്ങനെ ഹൈറായ ദാമ്പത്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.